കിഴക്കമ്പലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കമ്പലം ടൗണിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. 2020 ദുർഭരണത്തിനും വാഗ്ദാന ലംഘനങ്ങൾക്കും വോട്ട് കൊള്ളയ്ക്കുമെതിരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കിഴക്കമ്പലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2020 പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കിഴക്കമ്പലത്ത് നടത്തിയ കുറ്റവിചാരണ സദസ്സിൽ മണ്ഡലം പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. 2020 മാത്രമേ പ്രവർത്തിക്കാവൂ, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന് ഒരു ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞാലും അത് ഫാസിസമാണ്. മനസ്സിലായി. 10 വർഷം മുമ്പ് UDF പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങൾ പറ്റി, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ ലോകത്ത് ഒരു സർക്കാരും വിമർശനങ്ങൾക്ക് അതീതമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മിനിമം പൗരാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മുടെ പൗരബോധത്തിന് വിഘാതമായിട്ട് സർക്കാർ ഭരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും. അത് പാർലമെന്റ് തൊട്ട് പഞ്ചായത്ത് വരെ അങ്ങനെ ചോദിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട്. ഈ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നതിൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, 2020 പ്രവർത്തകരായിട്ട് അക്കൂട്ടത്തിൽ അവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ പഞ്ചായത്ത് ഭരണത്തിൽ സ്ഥിരമായി നിർത്തുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ അവരെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് എനിക്ക് ബോധ്യമുള്ളത്. ഇവിടെ റിലയൻസിൽ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നാൽ 58 രൂപ കിലോയ്ക്ക് അരിക്ക് 1 കിലോയ്ക്ക് 58 രൂപയാണെങ്കിൽ റിലയൻസിന് അത് 30 രൂപയ്ക്ക് കൊടുത്താൽ ആളുകൾ എന്ത് ചെയ്യും? റിലയൻസ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യവസായ ഭീമനാണ്, അതുകൊണ്ട് ഞങ്ങൾ മേടിക്കില്ല എന്ന് പറയുന്നു. ഉറപ്പായിട്ടും മേടിക്കും. ഞാനും ചിലപ്പോൾ മേടിക്കും. ഇല്ലേ? വിലക്കുറവിൽ എന്ത് സാധനം കിട്ടിയാലും മനുഷ്യരെ മേടിക്കും. അതിന്റെ അർത്ഥം എന്താ? നാട് ഭരിക്കുന്ന സർക്കാരുകൾ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ പരാജയപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള മുതലാളിമാർക്ക് രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയെ വിലക്കെടുക്കാൻ പറ്റുന്നത്. 10 ബിസിനസ്സുകാർ കൂടിയാൽ എല്ലാ പഞ്ചായത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ 2020 കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റു പല പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ അധികാരത്തിൽ വന്നു. ആ മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിച്ചു. ഇത് വേറൊരു തരം പൊളിറ്റിക്സ് ആണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് വിലക്കുറവിൽ പച്ചക്കറി കിട്ടും, അരി കിട്ടും എന്നൊക്കെ പറയും. ശരി, നല്ലതാണ്. ഞാൻ പറഞ്ഞ നിർബന്ധമായിട്ട് കൊടുക്കണമെന്നാണ്. ഇവിടെ കോൺഗ്രസിന്റെ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്, പലയിടത്തും CPM സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. പട്ടിമറ്റത്തിലുള്ള ഹനീഫയാണ് മണ്ഡലം പ്രസിഡന്റ്. TH മുസ്തഫയുടെ പേരിലുള്ള സ്മരണാർത്ഥമുള്ള പ്രിയദർശിനി ഹൈപ്പർ മാർക്കറ്റുകൾ, ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ആളുകൾ മേടിക്കുന്നുണ്ടല്ലോ. ഈ തൊട്ടടുത്ത പലചരക്കടയിൽ എഴുതി വയ്ക്കുകയാണ് 50% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോകില്ലേ? മനുഷ്യന്മാരെല്ലാവരും പോകും. ഈ തുണിക്കടയിൽ എന്തുകൊണ്ടാണ് പെരുമ്പാവൂർ സീമാസ് ഇത്രയും കച്ചവടം നടക്കുന്നത്? കർക്കിടക എന്ന് പറയുന്നത് വിലക്കുറവ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഓണക്കാലത്ത് തുണിക്കടയിലേക്ക് ആൾ പിടിച്ചു കയറുന്നത്? വിലക്കുറവ് കൊടുത്ത ആളുകൾ പോകും. മനുഷ്യർക്ക് തുണി വേണം, ഭക്ഷണം വേണം, എല്ലാ സംവിധാനങ്ങളും വേണം. സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ MP രാജൻ, TH അബ്ദുൽ ജബ്ബാർ, കോൺഗ്രസ് നേതാക്കളായ ജേക്കബ് C മാത്യു, ഏലിയാസ് കാരിപ്ര, റഷീദ് കാച്ചാംകുഴി, ചാക്കോ P മാണി, ബാബു സെയ്താലി, അജാസ് മുഹമ്മദ്, ജോളി ബേബി, അസ്മ അലിയാർ, ഹനീഫ കുഴിപ്പിള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കിഴക്കമ്പലം.